ഞാൻ ഫോൺ വിളിച്ച് ഞാൻ അങ്ങ് തുണി ഊരി കാണിക്കാന്ന്. ഞാൻ ഓൾറെഡി സർജറി എനിക്ക് തല പോലും നന്നായിട്ട് ഇപ്പോഴും എൻ്റെ കൈ എനിക്ക് കുറേ അങ്ങ് ഒരുപാട് പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ തലയെല്ലാം ഞാൻ കുളിച്ചാലും തലയെല്ലാം തോർത്തി തരുന്നത് ആശയാണ്. എൻ്റെ റീൽസിലൂടെ എല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു തുണി ഊരി കാണിച്ച് കൊടുക്കുക എന്ന് പറയാൻ അതൊരിക്കലും പോസിബിൾ അല്ല. രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പുള്ള മാക്സി ആയിരുന്നു. അത് ഓപ്പൺ ടൈപ്പ് മാക്സികളാണ്. കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം, ഊരാനും സുഖം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് സത്യം തന്നെയാണ്. ഞാൻ കാണിച്ചു കൊടുത്തു. കാരണം എന്നോട് പറഞ്ഞു ജാസി സർജറി ചെയ്തിട്ടില്ല എന്നാണ് റെനയിൽ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ജാസി എന്ത് സർജറിയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ പുറത്താണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ വാട്സപ്പിലാണ് സംസാരിച്ചത്, വാട്സപ്പ് കോളാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇന്ന് നീ വീഡിയോ ഓൺ ആക്കണ്ട, ഇന്ന് കാണാലോ, ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എൻ്റെ 2 ബട്ടൺസ് തുറന്നിട്ടാണ് ഞങ്ങൾ പൊന്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ. പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് ജാസി മറ്റ് പുറത്തൊക്കെ പോയ ട്രെയിനിലെ ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ജാസി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു, ജാസി താഴോട്ട് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറഞ്ഞു പരത്തിയത്. അപ്പൊ അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ കാണിച്ചു കൊടുത്തത് തന്നെ സർജറി ചെയ്ത ഭാഗത്ത് വിത്ത് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പൊ എന്നോട് ആ കുട്ടി പറയുകയും ചെയ്തു, ഓക്കെ എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ, നന്നായിട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പിന്നെ എനിക്കറിയില്ല എന്താണ് പിന്നെ പോയിട്ട് എങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതും വളരെ മോശമായിട്ട് എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് ചെയ്തപ്പോൾ ഒരു വിഷമം തോന്നി. ആസ് എ ഫ്രണ്ട്, ഞങ്ങൾ 4 വർഷത്തോളമായിട്ട് ഫ്രണ്ടാണ്. ദുബായിലുള്ള മുതലേ എൻ്റെ നല്ല ഫ്രണ്ട്, എന്നെ പണ്ട് സപ്പോർട്ടിങ് ചെയ്ത വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി. അപ്പോൾ ആ സമയം മുതൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഷെയർ ചെയ്യുന്ന വ്യക്തികളാണ്. മീൻസ് എപ്പോഴും വിളിച്ച് സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ പോലും ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസും ഇതേപോലെ സോഷ്യൽ മീഡിയയിലും എന്തെങ്കിലും വിവാദങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വ്യക്തികളായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ എനിക്ക് വിഷമം തോന്നി. പിന്നെ ആ കുട്ടീനെ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് അല്ല എന്നുള്ളത്. പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു. ഇപ്പൊ എൻ്റെ ഫ്രണ്ട് അല്ലല്ലോ. അന്ന് ജാസിയുടെ ഈ ഇഷ്യൂല് വന്ന കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഏത് സർജറി ആണെന്ന് പറയൂ ജാസി എന്നൊക്കെ പറഞ്ഞിട്ട്. രഞ്ജുമാർ അല്ലേ, അത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി രഞ്ജുവിനെ ഞാൻ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചതും കൂടിയാണ്. ഇപ്പോൾ ഈ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഞാനും പോകുന്നത്. ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ചിലവർ ഡൗൺ സർജറി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ ബ്രസ്റ്റ് സർജറി ചെയ്യാം. ഇത് 2 സർജറിയും ഒരുമിച്ച് ചെയ്ത ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല. കാരണം അത് അത്രയും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഒരു സർജറി ഫസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഓക്കെ ആയതിനു ശേഷമാണ് അടുത്ത സർജറികൾ ചെയ്യുള്ളൂ. ചില ആൾക്കാർ അവർ അത് ഒരു ട്രാൻസ്പേഴ്സൺ ആവണമെങ്കിൽ ഫുൾ സർജറി ചെയ്ത് പെണ്ണാവണം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ മുറിച്ച് മാറ്റണം എന്നൊന്നും എവിടെയും പറയുന്നില്ല, ഒരു നിയമങ്ങളിലും പറയുന്നില്ല. നമ്മളൊരു സെൽഫ് ഡിക്ലറേഷൻ സംഭവം ഉണ്ട്. കാരണം ഞാൻ വളർന്നു വരുന്ന എൻ്റെ സ്വത്തം അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഞാൻ ഒരു എൻ്റെ ബോഡിയിലുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ ആണാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിലൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ കാര്യമൊക്കെ തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് നമ്മുടെ മൈൻഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ആണായി പറഞ്ഞ് എനിക്ക് എൻ്റെ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ഒരു അട്രാക്ഷൻ, ഒരു സെക്സ് പരമായിട്ട് എനിക്ക് പറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സെക്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് സെൽഫ് ഡിക്ലറേഷൻ. അപ്പോൾ നമ്മൾ അതിൽ മാത്രം മതി. സെക്കൻഡ് ഓപ്ഷനാണ് നമ്മൾ സർജറി ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗം മുറിച്ച്, അതൊക്കെ നമ്മളൊരു സ്വന്തം ഇഷ്ടം, ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ട്രാൻസ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. അതിൽ എല്ലാവരും സർജറി ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ എല്ലാവരും എല്ലാ സർജറിയും ചെയ്തത് അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവരെ ഹാപ്പി ആയിട്ട് ജീവിച്ച് പോട്ടെ, അങ്ങനെയുള്ളൂ. രഞ്ജുവിന് ഞാൻ കുറേ കമന്റ് ബോക്സിൽ കണ്ടു. കാരണം എന്നോട് വളരെ നല്ല രീതിയിൽ ഞാൻ ഇനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, നീ സർജറി കഴിഞ്ഞു, ഇനി നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അവരെ അക്കൗണ്ടിൽ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ എഴുതുന്നതും അത് എന്നെ ആൾക്കാർ ടാഗ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ രഞ്ജുവിനെ ഓൾറെഡി എൻ്റെ കോൺടാക്ട് ഉള്ള ആളാണല്ലോ, നമുക്ക് വേറെ എവിടെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ആളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താണ് ജാസി ഏത് സർജറിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലെന്ന്. ഞാൻ എന്തിനു പറയണം, ഇവിടെ കുറേ ട്രാൻസ്പേഴ്സൺ സർജറി ചെയ്തിട്ടുണ്ട്. ജാസി സർജറി ചെയ്യുമ്പോൾ മാത്രം അത് എന്ത് സർജറി ആണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യം എന്താണുള്ളത്?
ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സർജറികൾ ചെയ്യുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അത് മറ്റുള്ള ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ജാസി പൂർണ്ണതയുള്ള പെണ്ണായി എന്ന് പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പൂർണ്ണതയുള്ള പെണ്ണായി എന്നുള്ളത്. ഞാൻ ചെയ്ത വീഡിയോസൊക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഞാൻ റിനെ മെഡിസിറ്റിയിൽ കിടക്കുമ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ സർജറി കഴിഞ്ഞു, ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സർജറി കഴിഞ്ഞതിൽ. ഞാൻ അതിൽ എഴുതിയ ക്യാപ്ഷൻ കൂടി അങ്ങനെയായിരുന്നു, ഒരു ആണിൽ നിന്ന് പെണ്ണിലേക്കൊരു ദൂരം എന്ന അങ്ങനത്തെ ഒരു ക്യാപ്ഷനാണ് ഞാൻ എഴുതിയിട്ടുണ്ടായത്. അവളിൽ നിന്ന് അവനിലേക്കുന്ന ദൂരം. അപ്പൊ ആ ദൂരം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രോസസ്സിങ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. പിന്നെ ആൾക്കാർ വളച്ചൊടിക്കുന്നതാണ് അതൊക്കെ. ഞാൻ എന്ത് പറയാൻ, സർജറി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സർജറി ആണ് പറയാത്തതുകൊണ്ട് പലരും അപ്പൻഡിക്സിന്റെ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അത് ഇപ്പൊ ഒരു പെൺകുട്ടിയോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ വെർജിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്താ പറയാ? അതുപോലെ നമ്മളെ ശരീരഭാഗങ്ങൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സർജറി ചെയ്ത് അതൊക്കെ തുറന്ന് പറയേണ്ട ഒരു ആവശ്യം, അത് അംഗീകരിക്കുന്ന ആൾക്കാർ അംഗീകരിച്ചാൽ മതി. അത് ഞാൻ ഇന്ന സർജറിയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇന്ന സർജറിയാണ് ചെയ്തിട്ടുള്ളത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പോലത്തെ ആൾക്കാർക്ക് ഇത് ഇപ്പൊ എന്റെ കാര്യം പറയാണ്, ഇതിപ്പോ ജാസി എന്ത് സർജറിയാണ് ചെയ്തത് എന്ത് സർജറിയാണ് ചെയ്തത് ഇങ്ങനെ കുത്തിയിട്ടാണ് എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതല്ലേ. എന്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നത്. ഇപ്പൊ ഈവൻ ഞാൻ സർജറി ചെയ്ത് മുതലേ എന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി. അതുപോലെ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ വരാറുണ്ട് എന്റെ വീട്ടിലേക്ക്. എന്നെ സർജറിക്ക് ആഫ്റ്റർ സർജറി എന്നെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ എന്റെ ശരീരഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം എന്റെ ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കും. പിന്നെ ജാസി പണ്ടാണായിരുന്നല്ലോ, ഇപ്പൊ ഇതായിട്ട് ഇങ്ങനെ ഒരു പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക, എന്ത് മണ്ടത്തിലാന്ന് ഞാൻ ആലോചിച്ചു വന്നത്. കാരണം നമ്മൾ ഒരിക്കലും നമുക്ക് പെൺകുട്ടിയോട് അങ്ങനത്തെ ഒരു തോന്നൽ ഒരു സെക്കൻഡ് പോലും ഒരു തോന്നൽ വരില്ല. നമ്മൾ അവരെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അപ്പോൾ ഒരു പെൺകുട്ടിക്ക് നമ്മളെ ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവരോട് ഒരു ഫീലിങ്സും വരാൻ പോകുന്നില്ല. ആ ഒരു വ്യക്തിക്ക് ചോദിച്ചിട്ടാണോ അത് കാണിച്ചത്? അല്ല, ഞാനാണ് പറഞ്ഞത്. അവളിനോട് ചോദിച്ചു ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ സർജറി കഴിഞ്ഞു മോളെ, സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. കാരണം ആ സമയത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ, ജാസി സർജറി ചെയ്തോ ഇല്ലയോ, റെനെ മെഡിസിറ്റി ജാസി സർജറി ചെയ്തിട്ടില്ല, അങ്ങനെ സർജറി റെനെ മെഡിസിറ്റിയിൽ ഇല്ല, ജാസി വേറൊരു അസുഖത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ആൾക്കാർ ഇതാക്കിയത്. അപ്പോൾ അഫ്കോഴ്സ് ആ കുട്ടി ചോദിച്ചത് സർജറി കഴിഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു സർജറി കഴിഞ്ഞു മോളെ, നീ കാണണോ, നീ വീഡിയോ കോൾ ഓണാക്കുന്ന അവൾ പറഞ്ഞില്ല ഞാൻ പുറത്താണ്. ഞാൻ പറഞ്ഞു നോക്കി ഇന്ന് ഞാൻ ഓണാക്കാം. അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ, എന്നല്ല ഞാൻ കാണിച്ചത്. ഡ്രസ്സ് ഊരി എന്നൊക്കെ പറയുന്നത് അത് ശുദ്ധ മണ്ടത്തരാണ്. കാരണം എനിക്ക് അങ്ങനെ ഇത് കാണിക്കുന്നതിന്റെ മുന്നേ ഞാൻ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണോ കാണിച്ചത്? ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചത്. അത് അഫ്കോഴ്സ് മോള് വീഡിയോ ഓണാക്കി ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ തന്നെയാണ് ഞാൻ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ഈ ഹെലനോസ്പാട്ട് ചെയ്യാൻ കാരണം എന്താണ്? പിന്നെ നിങ്ങളുടെ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? ഇല്ല, അതിന്റെ ശേഷം ഞാൻ പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ പറയേണ്ടത് എന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു, പിന്നെ പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ ആ കുട്ടീനെ പറഞ്ഞല്ലോ എന്റെ ഫ്രണ്ട് അല്ല എന്നുള്ളത്, പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു. ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലല്ലോ. കാരണം ഫ്രണ്ട്ഷിപ്പ് ഒരാൾ ഇപ്പൊ ഞാനും ആഷി നല്ല ഫ്രണ്ടാണ്, ആഷി പറയാണ് ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ട് നീ എന്റെ ഫ്രണ്ട് ആയിരുന്നു, നീ എന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അവിടെ തീർന്നു ആ ഫ്രണ്ട്ഷിപ്പ്, അത്രയേ ഉള്ളൂ. ഞാൻ ഇല്ല, ഒരിക്കലും ശരിയായ നടപടിയല്ല. റെനെ മെഡിസിറ്റിക്കെതിരെ ഞാൻ ഇപ്പോഴാണ് ഞാൻ ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആയത്, പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയത്. ഞാൻ ഡോക്ടറിനോട് അർജുൻ ഡോക്ടർ ആയിരുന്നു എന്റെ സർജറി ചെയ്ത്, അർജുൻ ഡോക്ടറിനോട് സംസാരിച്ചിട്ടുണ്ട്, ആളുടെ അസിസ്റ്റന്റിനോട് സംസാരിച്ചിട്ടുണ്ട്. റെനെ മെഡിസിറ്റിയിൽ അങ്ങനെ ഒരു കോള് പോയത് ഞാൻ എല്ലാ വീഡിയോസും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെനെ മെഡിസിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കെതിരെ ഞാൻ എന്തായാലും കംപ്ലൈന്റ് നടപടി എടുക്കുന്നുണ്ട്. അത് അവരോട് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരത് എന്നോട് പറഞ്ഞു അതിനെക്കുറിച്ച് ഞാനൊരു ക്ലാരിറ്റി വരുത്തട്ടെ. എല്ലാ വീഡിയോസും ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അവർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു ദിവസം മാഡത്തിന് ഒരു ദിവസം വിളിക്കാം, നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്നാണ് റെനെ മെഡിസിറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ് നടപടി, ആരാണ് അത് അങ്ങനെ ഒരു വോയിസ് പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തത് ആരാണ്, റിസപ്ഷനിലുള്ള ആരാണോ എന്നുണ്ടെങ്കിലും അവർക്കെതിരെ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ഇതാക്കുന്നത്. കാരണം അത് ഒരു മെഡിക്കൽ എത്തിക്സിന് ഒരിക്കലും യോജിച്ച കാര്യമല്ല. അത് എന്ത് സർജറി ആയിക്കോട്ടെ, എന്ത് ഒരു മരുന്നായിക്കോട്ടെ, നമ്മൾ വളരെ പേഴ്സണലായിട്ട് ചെയ്ത സർജറി, അത് ഇങ്ങനെ ഒരു സർജറിയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇന്ന സർജറി അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് റിവീൽ ചെയ്യാൻ ഒരു സ്റ്റാഫിനും അതിന് സ്റ്റാഫ് എന്നല്ല ഒരു ഓതറിന്റെ ആൾക്കാർക്കും അതിനെ കുറിച്ചുള്ള ഒരു ഇതില്ല, അധികാരമില്ല. അപ്പൊ അതെന്തായാലും ഞാൻ ഓക്കെ ആയതിനു ശേഷം തീർച്ചയായും ഇത് പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാനുള്ള ഒരു ഇതാണ്. ജാസി ഫാമിലി ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരാളാണല്ലോ. ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അച്ഛൻ വിട്ടുപോയി അറിയാം, എന്തായിരുന്നു ആ ഒരു മാനസികാവസ്ഥ? ഇതിനു മുമ്പേ എന്റെ അച്ഛനെ വളരെ മോശമായിട്ടും അച്ഛനും അമ്മയ്ക്കും എന്നെയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞ വ്യക്തിയായിരുന്നു. ഒരു ആൾ അറിയാമല്ലോ എല്ലാവർക്കും, ഞാൻ അയാളെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആ ആള് പറയുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഫീലിങ്സ് തന്നെയാണ് ഇപ്പൊ ഈ കുട്ടി എന്നെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്. അത് എല്ലാവർക്കും അച്ഛനുണ്ട്, അമ്മമാരുണ്ട്. നമ്മൾ ഇത്രത്തോളം അച്ഛനെയും അമ്മമാരെയും സ്നേഹിക്കുന്ന വ്യക്തികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പേഴ്സണലി എന്റെ അച്ഛനെ പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി
അത് ഭയങ്കര വിഷമമായി. പിന്നെ ദൈവം ഉണ്ടല്ലോ. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് എന്തായിരുന്നു വീട്ടുകാരുടെ ഒരു പ്രതികരണം? ഞാൻ എൻ്റെ സർജറിക്ക് പോണ ഡേറ്റ് എടുത്ത് എൻ്റെ സർജറിക്ക് പോണ സമയത്ത് ഫസ്റ്റ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ ഉമ്മയോടാണ്. പിന്നെ അപ്പോൾ ഉമ്മയോട് ആദ്യം പറഞ്ഞത് അത് വേണ്ട എന്നായിരുന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ലൈഫിൽ മുന്നോട്ട് ജീവിക്കണം. കാരണം ഈ കളിയാക്കളും പരിഹാസങ്ങളൊക്കെ കുറേ കാലം ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ കുറേ ആൾക്കാർ പറയുന്നത് ജാസി ഒരു വട്ടം ആണാവും പിന്നെ പെണ്ണാവും, ജാസി ട്രാൻസ് ആണോ മറ്റേതാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ കളിയാക്കലുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് അഫ്കോഴ്സ് എൻ്റെ ശരീരത്തെ മാറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം എനിക്ക് തിരിച്ച് ദുബായിലേക്ക് പോകണം. അതിൻ്റെ വലിയൊരു ഡ്രീമാണ്. ദുബായിൽ പോയിട്ട് എൻ്റെ ബാക്കി എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് റൺ ചെയ്യണം. അപ്പോൾ അവിടെ ഞാൻ ആണായിട്ട് ഫസ്റ്റ് പോയതുകൊണ്ട് ഇനി എനിക്ക് ഒരിക്കലും ആണായിട്ട് ഈ ഒരു അവസ്ഥയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ പെണ്ണായിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിത്ത് ഫീമെയിൽ പാസ്പോർട്ടിൽ എനിക്ക് ഇനി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ ദുബായിൽ തന്നെ പോകും. ഈ ഫീമെയിൽ ജനങ്ങളുടെ ഒരു ആക്സെപ്റ്റൻസ്, അത് ജാസിക്ക് മോശം കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ ജാസി പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ജാസി വന്ന് കെട്ടിപ്പിടിക്കുക, ജാസി കുമ്മ വരിക, ജാസി എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയൊക്കെ ഇറങ്ങി വരിക, അങ്ങനെ കുറെ അവസ്ഥകളിൽ ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ആക്സെപ്റ്റൻസിനെ എങ്ങനെ കാണുന്നു? ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പം എനിക്ക് ഒരുപാട് ആക്സെപ്റ്റേഷൻ കിട്ടി. ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ സർജറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ കല്യാണത്തിന് പോയി. എല്ലാവരും ഭയങ്കര നല്ല, നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഭയങ്കര എന്നെ അക്സെപ്റ്റ് ചെയ്തു. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ എവിടെ പോയാലും എനിക്ക് ഈ ബാഡ് കമൻറ്റ് എനിക്ക് ഇൻസ്റ്റയിൽ മാത്രമേ ഉള്ളൂ. ഈ പിന്നെ ബാഡ് കമൻറ്റ് ഇന്ന് പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ അത്രയും സ്നേഹം എനിക്ക് കിട്ടാറുണ്ട്, അത്രയും ഒരു റെസ്പെക്റ്റ് എനിക്ക് കിട്ടാറുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എവിടെ പോയാലും നമുക്കൊരു ഒരു എന്താ പറയുക, നമുക്കൊരു വില തരുന്നുണ്ട് ആൾക്കാർ. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് അപ്പോൾ എന്നോട് ഫ്രണ്ട്സും ചോദിക്കാറുണ്ട് ജാസി പബ്ലിക്കിൽ ഇത്രയും ജാസിക്ക് സപ്പോർട്ട്, പിന്നെ ആരാണ് ജാസിനെ ഇങ്ങനെ തെറി പറയുന്നത്? അപ്പോൾ എനിക്കറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അസൂയ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ വളർച്ച കണ്ടുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അസൂയ കൊണ്ടായിരിക്കും, പിന്നെ അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കാം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. ഒരുപാട്. കാരണം ഞാൻ സർജറി കഴിഞ്ഞ സമയത്തും എന്നെ നോക്കിയതും എനിക്ക് എന്നെ കുളിപ്പിച്ച് തരുന്നതും എനിക്ക് തല തോർത്തി തരുന്നതും ഒക്കെ ആശയാണ്. ആശയില്ലാത്ത ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അത് വേറെ കാര്യം. ഫസ്റ്റ്. പിന്നെ രണ്ടാമത് ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ എന്നെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സർജറി ടൈമിൽ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈവൻ ശ്രീലക്ഷ്മി ആണെങ്കിലും അന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേര്, ശ്രീലക്ഷ്മി, അതുപോലെ ആഷി, അതുപോലെ എൻ്റെ ഫ്രണ്ട് പാറു, പിന്നെ എൻ്റെ ഫ്രണ്ട് കരീഷ്മ, അവളെ ഹസ്ബൻഡ് റഷി, അങ്ങനെ ഒത്തിരി പേര്, ഒരുപാട് പേര്, പിന്നെ കൊച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എനിക്ക്. അല്ല, സർജറിക്ക് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുന്ന വ്യക്തിയായിരുന്നല്ലോ. അപ്പോൾ ഓൾറെഡി ഒരു നല്ല ടൈം നോക്കിയിട്ട് സർജറി ചെയ്യാം എന്നുള്ള പ്ലാൻ തന്നെ ആയിരുന്നു. പിന്നെ അതിനനുസരിച്ച് എല്ലാം ഓക്കെ ആയി, എല്ലാ സമയങ്ങളും ഓക്കെ ആയി വന്നപ്പോൾ പെട്ടെന്ന് പോയി ചെയ്തതാണ്. അപ്പൊ ആഷിക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ലേ പാർട്ട്ണർ പെണ്ണെ പോലെ ആവണം എന്നുള്ള അങ്ങനെ ഒരു സംഭവം ആഷി പറഞ്ഞത് കൊണ്ടാണോ? ഇല്ല, ഞാൻ ആഷിൻ ഇഷ്ടപ്പെടുമ്പോഴേ ഞാൻ നോർമൽ ഒരു ആൺകുട്ടികളെ ബോഡി തന്നെ ആയിരുന്നു. എനിക്ക് മനസ്സുകൊണ്ട് മാത്രമല്ലല്ലോ പെണ്ണായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തും നല്ല ഇഷ്ടം തന്നെയായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ സർജറി ചെയ്ത് പെണ്ണായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തും എന്നോട് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അങ്ങനത്തെ ഇഷ്ടത്തിനൊന്നും ഒരു കുറവോ അല്ലെങ്കിൽ അവൻ്റെ പുഷ് കൊണ്ടാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഡിസിഷൻ എൻ്റെ തീരുമാനം തന്നെയായിരുന്നു. ആഷി സ്നേഹിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളെയും എന്നെയുമാണ്, അല്ലാണ്ട് എൻ്റെ ശരീരഭാഗങ്ങളെ പെൺകുട്ടികളെ പോലെ ആവണം എന്ന് ഇന്ന് ആഷിക്ക് പെണ്ണിനെ എല്ലാം കഴിച്ചാൽ പോലെ അങ്ങനെ കുറെ കമന്റുകൾ കണ്ടു. എന്റെ ഇഷ്ടത്തിന് എന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രീലക്ഷ്മി ജാസിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിന് വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീലക്ഷ്മി, അങ്ങനെയൊന്നുമില്ല. കാരണം മോശമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ സർജറി തന്നെ ചെയ്യാൻ പോകുന്ന അന്നും മുതൽ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി. ഈവൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരികയാണെങ്കിലും, ഈവൻ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും എൻ്റെ കൂടെ വരികയാണെങ്കിലും എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി. ആഷിയുടെ പോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീലക്ഷ്മി ആണെങ്കിലും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് ഒരാളെ ഓൾറെഡി നിർത്തിയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ സർജറി നമ്മൾ ഒരു കെയർ ചെയ്യാൻ ഒരാളെ നിർത്തുമല്ലോ. ആ ആള് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നിന്നപ്പോൾ അയാളെ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾക്ക് പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നു. പിന്നെ ആ സമയത്ത് പിന്നെ വേറെ ഒരാളെ കിട്ടാത്തത് കൊണ്ട് പിന്നെ എനിക്ക് അത്രയും ഹെൽപ്പായി നിന്നത് എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി, അതേപോലെ ബിബു, അതേപോലെ ആഷി, അവരൊക്കെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ജാസി ഈ അസഭ്യമായ രീതിയിലൊന്നും ഒരു കണ്ടന്റ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ ജാസിനെ ഇങ്ങോട്ട് തെറി വിളിക്കുക ചെയ്യുന്നത്. അപ്പൊ എന്താ ജാസിക്ക് അങ്ങോട്ട് അങ്ങനെ പ്രതികരിക്കണം തോന്നിയിട്ടില്ലേ? മോശമായ രീതിയിൽ സംസാരിക്കണം,
ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ, ടിക്ടോക്കിലൊക്കെ സമയത്തൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു മീൻസ് ചില ഭാഗങ്ങളിൽ നമ്മൾ പ്രതികരിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഉചിതമായ തീരുമാനം എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് ആ വ്യക്തി എന്നോട് പറഞ്ഞ രീതിയിൽ എനിക്ക് തിരിച്ചു വേണമെങ്കിൽ പറയാം, പക്ഷെ അത് പറയാണ്ട് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് നല്ല കമന്റ്സുകൾ വരാറുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്, പ്രതികരിക്കാണ്ടിരുന്നത്. അല്ലെങ്കിൽ ആ കുട്ടി പറഞ്ഞതുപോലെ നീ റിപ്ലൈ തിരിച്ചു കൊടുക്കാത്തത് വളരെ ചില സമയങ്ങളിൽ നമ്മൾക്ക് പറയാറില്ലേ, ചില മൗനം ആട്ടിൻ സൂപ്പിന്റെ ബലം തരുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയല്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ അങ്ങനെ പോകുന്നു. ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉള്ള വ്യക്തിയല്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് വലിച്ചയക്കരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിലും പെട്ട ആളല്ല. എനിക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റീൻ്റെ സപ്പോർട്ടും ഇതും എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ പെണ്ണായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ എൻ്റെ ശരീരങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അല്ലാണ്ട് ജാസി ട്രാൻസ് കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ജാസി ഞങ്ങളെ കമ്മ്യൂണിറ്റി വന്ന് ഞങ്ങൾ കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ ആരും പറയണ്ട. ഞാൻ നിങ്ങളെ ഒരു കമ്മ്യൂണിറ്റി അല്ല. അതുകൊണ്ട് ഞാൻ ഈ കാണുന്ന ആൾക്കോട് പറയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ തലയിൽ കൊണ്ടിടരുത്. എനിക്ക് ആ കമ്മ്യൂണിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനും എനിക്ക് ആശയും എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളും അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരാളെ സപ്പോർട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരാളും എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, എന്നെക്കുറിച്ച് എവിടെയും നെഗറ്റീവ് പബ്ലിസിറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ. വളരെ ചുരുക്കം കുറച്ച് നല്ല ട്രാൻസ് കമ്മ്യൂണിറ്റി ഉള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ലൈക്ക് പാറു, ഹിന പാറു, അതുപോലെ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഹണി, നടാഷ, അങ്ങനെ വളരെ കുറച്ച് കമ്മ്യൂണിറ്റി മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ എന്നോട് എന്തോ ഭയങ്കര വ്യക്തി വൈരാഗ്യം, അത് ഞാൻ കാണുന്നത് ഓരോ കമന്റ് ബോക്സിലാണ്. ഇവരോടൊക്കെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഇവരൊന്നും ഞാൻ ഒരിക്കലും ഒരു തരത്തിൽ ഇവരൊന്നും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇവർക്ക് ഒരു തരത്തിൽ ഇവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരൊക്കെ എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഇടുന്നത്, എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ കമന്റുകൾ ഇടുന്നത് എന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഞാൻ എന്തിനാണ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിനെ സപ്പോർട്ടും വേണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അത് നിങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ കൊണ്ടുപോയി ദയവ് ചെയ്ത് ഇടരുത് ഒരു അഭ്യർത്ഥന. ജാസി ചെയ്യുന്നത് തെറ്റ് ജാസി മാത്രമേ ഉള്ളൂ, അതൊരു കമ്മ്യൂണിറ്റിയിലും നിങ്ങൾ വലിച്ചയക്കരുത്. ജാസി ഇതേപോലെ കൂട്ടുകാരായ കുറെ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുറത്തു വന്ന വലിയ സംഭവമായിരിക്കുന്നൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരെങ്കിലും കുറിച്ചിട്ട്? ഇല്ല, ഞാൻ ഒരാളും കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പറഞ്ഞ വ്യക്തി തന്നെ കൊടുന്നിടട്ടെ. എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഭീഷണിയാണ് ചെയ്യുന്നത്. അതായത് ഇനി എനിക്കെതിരെ എന്തെങ്കിലും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് പുറത്തു വിടുന്ന വലിയൊരു സംഭവം പോലെ പറയുന്നത്. അപ്പൊ അതിന് മാത്രം എന്തെങ്കിലും പറഞ്ഞു? ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് ആ കുട്ടിയും ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലുള്ള അത്യാവശ്യം നല്ല റീച്ചിൽ നിൽക്കുന്ന കുറെ ആൾക്കാരെ കുറിച്ച്, കുറെ അല്ല ഒരാളെ കുറിച്ച് എന്നോടും പറഞ്ഞിട്ടുണ്ട്. എനിക്കും അത് പറയാലോ. അങ്ങനെ തെളിവുണ്ടോ? കയ്യിൽ തെളിവുണ്ടോ? അല്ല, എന്നോട് ഫോണിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ല, അഫ്കോഴ്സ് നിനക്ക് ഇവിടെ അറിയോ, ഇവിടെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അറിയാം. പക്ഷെ ഇത് ഞാൻ വിളിച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഞാൻ വിളിച്ചത് ഇതിലാണ്, വാട്സപ്പ് കോളാണ്. വാട്സപ്പ് കോള് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി വേറെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വോയിസ് ഉണ്ടെങ്കിൽ, ഞാൻ ഏതെങ്കിലും കമന്റിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ തെളിവ് കൊണ്ടുവരട്ടെ, അവരത് പബ്ലിക് ആക്കട്ടെ. ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടാവുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചില കമ്മ്യൂണിറ്റിനെ നെഗറ്റീവ് ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക, ചില കമ്മ്യൂണിറ്റിയുടെ ഉദാഹരണം സഹിതമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ഇവർ ഇന്ന സർജറി അല്ലേ ചെയ്തത്, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെയാണ് ചെയ്തത്, അങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാണ്ട് ഒരിക്കലും ഞാനൊരു കമ്മ്യൂണിറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ എവിടെ ഒരു കുറ്റവും ഇതുവരെ ഒരു കമ്മ്യൂണിറ്റിനും പറഞ്ഞിട്ടില്ല. പറയുകയാണെങ്കിൽ ഉദാഹരണ സഹിതം അവർ അങ്ങനെയാണല്ലോ ചെയ്തത്, ഇവർ ഇങ്ങനെയാണല്ലോ ചെയ്തത്, അല്ലെങ്കിൽ ഇവർ ഇന്ന സർജറി ആണല്ലോ ചെയ്തത്, അല്ലെങ്കിൽ അവർ ആ സർജറി ആണല്ലോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാണ്ട് അതെനിക്ക് പേടിയില്ല. അങ്ങനെ ഇപ്പൊ നമ്മള് അറിയപ്പെടുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഫുൾ സർജറി ചെയ്യാത്തവരുണ്ട്, ചെയ്തവരുണ്ട്. ഫുൾ സർജറി ഒരു സർജറി ചെയ്യാത്തവരുണ്ട്, ഒരു സർജറി ചെയ്യാത്തവരുണ്ട്. ഓക്കെ, അപ്പൊ അവരൊക്കെ ജാസിക്കെതിരെ നെഗറ്റീവായിട്ട് വന്ന് പറയുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, അപ്പം കളിയാക്കിക്കൊണ്ട്. എനിക്ക് എന്നെയും ആഷിനെയും വളരെ മോശമായിട്ട് ഒരു ട്രാൻസില് ഒരു കുട്ടി വന്നിട്ട് കമന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ആ കുട്ടിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മെലിഞ്ഞൊരു പെൺകുട്ടി. ആ കുട്ടി ഞാൻ അന്വേഷിച്ചു വന്നപ്പോൾ ആ കുട്ടി നിലവിൽ ഒരു സർജറിയും ചെയ്തിട്ടില്ല. ട്രാൻസ് ആണ്, പക്ഷെ ഒരു സർജറിയും ചെയ്തിട്ടില്ല. അപ്പോൾ ആ കുട്ടിക്കെതിരെ ഞാൻ ഓൾറെഡി ഇവിടെ മരട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവരത് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കെതിരെ ഒരു വാസ്തവ അങ്ങനെ ഒരു ചേച്ചിയും കൂടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഒരു ഇതിന്റെ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കാന്നൊക്കെ ഉണ്ട്. ഞാൻ ചെയ്തത് എൻ്റെ റീൽസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിൽ മറ്റുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ സോറി പറയാണ്. പക്ഷെ അത് ഒരു റീൽസ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു തമാശ രീതിയിൽ കണ്ടാൽ മതി. അതിന് വലിയ തലങ്ങളിലേക്ക് കൊണ്ടുപോയി ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചു, ജാസി സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നു, ഇവിടെ സ്വന്തം മക്കളെ പാറമടയിൽ കൊണ്ടുപോയിട്ട് കൊല്ലുന്നു, സ്വന്തം മക്കളെ കൊന്നിട്ട് കാമുകിന്റെ കൂടെ പോകുന്നു, സ്വന്തം ഭർത്താവിന് വിഷം കൊടുക്കുന്നു, സ്വന്തം അമ്മമാരെ സ്ത്രീകൾ തള്ളി പറഞ്ഞിട്ട് അവർ വേറെ ആൾക്കാരെ കൂടെ പോകുന്നു. അതൊന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതല്ല. പിഞ്ചു കുഞ്ഞിനെ, ചോരക്കുഞ്ഞിനെ ബാത്റൂമിൽ കൊന്ന കഥ ഇപ്പം അടുത്ത്, സ്വന്തം മകളുടെ കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്ന അമ്മയുടെ കഥ, ഇതൊന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നില്ല. ജാസി ഒരു ഗർഭകഥ പറഞ്ഞപ്പോൾ അത് ഭയങ്കര സ്ത്രീത്വത്തെ അപമാനിച്ചതാണ്. ഇവിടെ ഞാനൊരു ട്രാൻസ് മാത്രമാണോ ഈ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞത്? ഇവിടെ ഇതിനു മുമ്പ് എത്രയോ ട്രാൻസ് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വിഷയമായിട്ടില്ല. ജാസി പറയുമ്പോൾ ഇത് ചർച്ചയാവുന്നു, ജാസി പറയുമ്പോൾ ഇത് വലിയ വിഷയമാവുന്നു, വലിയ തലങ്ങളിലേക്ക് പോകുന്നു. ജാസിക്കെതിരെ കേസ് കൊടുക്കണം, ജാസിക്കെതിരെ സ്ത്രീകൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് കേസ് പരാതി പറയണം, ട്രാൻസ്ജെൻഡേഴ്സ് പരാതി പറയണം. എന്ത് രീതിയിൽ ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് പരാതി പറയും, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ പരാതി പറയും? ഞാൻ സ്ത്രീയായിട്ട് ജീവിക്കുന്ന, ട്രാൻസ്ജെൻഡർ ID കാർഡ് എടുത്ത് സ്ത്രീയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സർജറികൾ ചെയ്തിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ സ്ത്രീ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ സ്ത്രീ ഒന്നും ആവാതെ, ഞാൻ ട്രാൻസ് ആണെന്ന് പറഞ്ഞിട്ട് സ്ത്രീ ഒന്നും ആവാതെ ഒരു സർജറിയും ചെയ്യാണ്ട് നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആണ് എനിക്കെതിരെ പരാതി കൊടുക്കാൻ പോകുന്നത്. എപ്പോഴും ഈ സിന്ദൂരം തൊടുവോ? സിന്ദൂരം എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സ് കൊടുമ്പോൾ ചെയ്യും. വിവാദം ആയതുണ്ടായിരുന്നു റെനയില്. ജാസി സർജറി ചെയ്തിട്ടില്ല, ജാസി വേറെ എന്തോ ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെനയിൽ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെറ്റിദ്ധാരണ. ഞാൻ സർജറി ചെയ്തത് റെനയിൽ മെഡിസിറ്റി തന്നെയാണ്. വളരെ നല്ല സർജറി തന്നെയായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ സർജറിയിൽ. പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനത്തെ സർജറി അവിടെ ഇല്ല, അല്ലെങ്കിൽ റെനയിൽ ഡൗൺ സർജറി ഇപ്പോൾ ചെയ്യുന്നില്ല. റെനയിൽ ഡൗൺ സർജറി ഇപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്യുന്നില്ല. കാരണം റെനയിൽ ഡൗൺ സർജറി ഉണ്ടായിരുന്നു. കാരണം റെനയിൽ ബ്രെഡ് സർജറിയും ഡൗൺ സർജറിയും ചെയ്ത ഒരുപാട് ട്രാൻസ് പേഴ്സണെ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ എല്ലാവരും റെനയിൽ നിന്നാണ് ചില ആൾക്കാരൊക്കെ ഡൗണും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് അനന്യയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു വിഷയത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ഡൗൺ സർജറി നിർത്തി വെച്ചിരിക്കുന്നത്. ഭാവിയിൽ എനിക്ക് വീണ്ടും ഡൗൺ സർജറി അവിടെ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് ഇപ്പം ഞാനൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഇന്ന സർജറി ആണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ചില ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഓൾറെഡി ഒരു വിവാദം എല്ലാവർക്കും അറിയാം, എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഇപ്പോൾ നിലവിൽ ആ കുട്ടീനെ പറഞ്ഞു എൻ്റെ സുഹൃത്തല്ല എന്നുള്ളത്.